صل على محمد يا رب صل عليه وسلم. അപ്പോൾ ഫാത്തിഹ സൂറത്ത് നിസ്കാരത്തിൽ ഓതിയൽ പിന്നെ എന്തെല്ലാം സുന്നത്താണ് എന്നതാണ് ഞങ്ങൾ ചർച്ചയാക്കിക്കൊണ്ട് വന്നത്. ആ കൂട്ടത്തിൽ ചൊന്തു ഫാത്തിഹ സൂറത്ത് ഓതിയൽ പിന്നെ 2 റക്അത്തുകളിലും സൂറത്ത് ഓതൽ സുന്നത്തുണ്ടോ എന്ന് ചൊന്തു. അതേ സമയത്ത് ചിലപ്പോൾ മസ്ബൂക്കായ ആളുകൾ 3-ാമത്തെ റക്അത്തിലും 4-ാമത്തെ റക്അത്തിലും സൂറത്ത് ഓതൽ സുന്നത്തായിരിക്കും. ഒരാളെന്താക്കിയിട്ട് ചെന്നെങ്കിൽ 2 റക്അത്തിലും ഒരേ സൂറത്ത് ഓതിത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് അതേ സൂറത്ത് 1-ാമത്തെ റക്അത്തിൽ ഓതിത്ത് 2-ാമത്തെ റക്അത്തിലും ഖുൽ ഹുവല്ലാഹു അഹദ് ഇതേ സൂറത്ത് ഓതിത്ത്. ഒരു ഉദാഹരണം ചെന്ന് അങ്ങനെ ഒരാൾ 2 റക്അത്തിൽ ഒരേ സൂറത്ത് ഓതിയെങ്കിൽ അയാൾക്ക് ആ ഫാത്തിഹ സൂറത്ത് ഓതിയൽ പിന്നെ സൂറത്ത് ഓതണം ചൊല്ലെങ്കത്തെ ആ സുന്നത്ത് അവനക്ക് കിട്ടു, അസുൽ സുന്നത്ത് അവനക്ക് കിട്ടുന്നുണ്ടാണ്. അതുപോലെ ഒരാൾക്ക് എന്തായിട്ട് ഫാത്തിഹ അല്ലാണ്ട് വേറെ ഏതും മനപ്പാടില്ല, ഓരോ സൂറത്തും അവനക്ക് ഫാത്തിഹ സൂറത്ത് അല്ലാണ്ട് വേറൊരു സൂറത്ത് മനപ്പാടില്ല. അപ്പൊ അവൻ എന്താക്കട ഫാത്തിഹ സൂറത്ത് ഓതർ അത് നിർബന്ധല്ലേ, എന്നിട്ട് സൂറത്തുക പകരമായിട്ട് ഇതേ ഫാത്തിഹ സൂറത്തിനെ അവന് മടക്കിട ആവർത്തിക്കിട, എന്നാലും അതിക്ക് എന്താവിടും അസുൽ സുന്നത്ത് കിട്ടു. ഫാത്തിഹ സൂറത്തിന് ശേഷം സൂറത്ത് ഓതിയ സുന്നത്ത് കിട്ടുന്നുണ്ട്. അതുപോലെ ഇനി എന്താക്കണമെന്നുണ്ടെങ്കിൽ 1-ാമത്തെ റക്അത്തിൽ ഓതേണ്ട സൂറത്ത് അത് 2-ാമത്തെ റക്അത്തിനേക്കാൾ വലിയ സൂറത്താവണം. അപ്പൊ 1-ാമത്തെ റക്അത്തിലുള്ള സൂറത്ത് അത് വലിയായിട്ട് വേണം. അതുപോലെ അതിനടുത്തുള്ള ചെറിയ സൂറത്തായിട്ട് 2-ാമത്തെ റക്അത്തിൽ ഓതണേ. അവിടെ പിന്നെ എന്താക്കണം ചെന്നെങ്കിൽ ഖുർആന്റെ ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഖുർആന്റെ ആ ഒരു തർത്തീബ് എങ്ങനെയുണ്ട്, ആ ഘടന എങ്ങനെയുണ്ട്. ഉദാഹരണത്തിന് ഫസ്റ്റ് പിന്നെ അലം തറ കൈഫ ആ സൂറത്തുണ്ട്, അത് കഴിഞ്ഞിട്ട് ഈലാഫി ഖുറൈശ് സൂറത്തുണ്ട്, അത് കഴിഞ്ഞിട്ട് അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. അപ്പൊ ഇതിന്റെ ക്രമം എങ്ങനെ ഉണ്ട്, ഒന്നായിട്ടൊന്ന് അതേ രൂപത്തിൽ 1-ാമത്തെ റക്അത്തിൽ ഫസ്റ്റ് ഓതി അതിന് ശേഷം ഉള്ളത് അല്ലെങ്കിൽ അതിന് പിന്നെ ഉള്ളത് എന്താക്കണം 2-ാമത്തെ റക്അത്തിൽ ഓതണോ. ഈ രൂപമാണ് അതിലെ സുന്നത്തായ ക്രമം. ഇനിയൊരു വിഷയം, ഈ സൂറത്ത് ഓതനായ ഇമാമുക്ക് സൂറത്ത് ഓതക സുന്നത്തുണ്ട്. അതുപോലെ മുൻഫരിദായിട്ട് ഒറ്റക്ക് നിസ്കരിക്കുന്ന മനുഷ്യനും എന്തായിട്ട് സൂറത്ത് ഓതക സുന്നത്തുണ്ട്. അതേ സമയത്ത് മാമൂമായ ആൾമാർ എന്താക്കണം ജഹരിയായ നിസ്കാരത്തിൽ, അതായത് ജോർ ഓതിട്ട് ഉള്ള നിസ്കാരത്തിൽ, മഗ്രിബ് ഇശാ സുബഹി ഈ ഇതുപോലത്തെ നിസ്കാരത്തിൽ അവിടെ എന്താക്കണം ഇമാമുടെ ഖിറാത്ത് കേൾക്കലാണ് സുന്നത്ത്. ഇമാമു സൂറത്ത് ഓതരുത്, അതൊരു ഖിറാത്തായിട്ട് അവൻ എന്താക്കണം ഇമാമുടെ ചില ചന്ദ്രാറ് അത് ഹറാമും കൂടിയാണ്. അവിടെ ഇമാമുടെ ഖിറാത്ത് കേൾക്കാനായതായിട്ട്. അതേ സമയത്ത് ഒരു ഇമാം നിന്നിട്ടുണ്ട്, അയാളെ ഖിറാത്ത് എന്താ ഉള്ള കേൾക്കണമേ ഇല്ല, അതുപോലെ അയാളെ ശബ്ദം അത് കേൾക്കില്ല, അതുപോലെ അയാൾ ഓതിയോണ്ടുള്ള അക്ഷരങ്ങൾ ഓരോ ഹർഫുകൾ അത് വേർതിരിഞ്ഞിട്ട് മനസ്സിലാവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഫയഖ്റഉ സിർറൻ ഓൻ എന്താക്കണം നല്ല സൂറത്ത് ഓതാ. ഒരു ധാരണ പ്രകാരം ഓന്റെ എന്താണ് തീറ ഇമാമുടെ ഖിറാഅത്തിനേക്കാൾ മുൻതൂക്കം തീറ അത് പിന്തിട്ടായിരിക്കണം എന്നുള്ളത് ഇവിടെയും ശ്രദ്ധിക്കാനായ വിഷയം. പിന്നൊരു വിഷയം, പിന്നെ യുസന്നു സക്തത്തുൻ ലതീഫത്തുൻ ബിഖദ്രി സുബ്ഹാനല്ലാഹ് ചൊല്ലേങ്കിൽ അത്ര ടൈം ഒരു സക്ത വേണു, ഒരു അടങ്ങി താമസിക്കൽ വേണു. അതോടല്ല അത് 6 പ്ലേസിൽ വേണു. ഒന്ന് ബൈന ആമീൻ വ സൂറത്തിൻ, പിന്നെ ആമീൻ ചൊന്നതിരെയും സൂറത്ത് ഓതൽ. ആമീൻ ചൊന്നാൽ പിന്നെ വലദ്ദാലീൻ ആമീൻ ചൊന്നാൽ പിന്നെ സൂറത്ത് ഓതലല്ലേ. അപ്പൊ ആമീൻ ചൊന്നിട്ട് അപ്പനെ എന്താക്കോ തീരാ സൂറത്ത് ഓതു തീരാ. അവിടെ ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലൊരു ടൈമെങ്കിലും അവിടെ വേണു. അതുപോലെ വബൈന ആഖിരിഹാ വ തക്ബീറത്തിർ റുകൂഇ, അതായത് ഈ സൂറത്തിന്റെ അവസാനം അതുപോലെ നെക്സ്റ്റ് റുക്കു അല്ലേ, അപ്പൊ ആ സൂറത്ത് അവസാനമായിട്ട് സീത റുക്കു കൊണ്ടല്ല അവിടെ ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലൊരു അതിന്റെ ടൈം വേണം. അതുപോലെ വബൈന തഹർറുമി വദുആഇൽ ഇഫ്തിതാഹി, അതായത് തക്ബീറത്തുൽ ഇഹ്റാം കൈകെട്ടിയ ഉടനെ പിന്നെ വജ്ജഹത്ത് ഓതില്ലേ, ആ വജ്ജഹത്ത് ഓതലേക്കും കൈകെട്ടിയ ഇടയിലും ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലൊരു
ഖദർ അവിടെ വീണു. അതുപോലെ വബൈനഹു വബൈന തഅവ്വുദി, അതായത് വജ്ജഹത്ത് ഓതിട്ട് പിന്നെ ഞങ്ങൾ ഫാത്തിഹ ഔദ് ഓതരല്ലേ, അപ്പൊ ഔദരയും ഈ വജ്ജഹത്തിന്റെ ഇടയിലും ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലൊരു ഖദർ വീണു. അതുപോലെ വബൈനഹു വബൈന ബസ്മലത്തി, അതുപോലെ ഔദ് ഓതിട്ട് അടുത്തതിന് ബിസ്മി ഓതരല്ലേ, ഔദ് ഓതിട്ട് ബിസ്മി ഓതരയുടെ ഇടയിൽ അപ്പൻ ഓതരല്ല ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലൊരു ഖദർ അവിടെ വീണു എന്നിട്ട് മഹാന്മാർ ചർച്ചയാക്കിയ. അപ്പൊ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പഠിച്ച് ജീവിക്കുള്ള തൗഫീഖ്. ഹദ്റത്ത് സയ്യിദനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. الله سبحانه وتعالى ഞങ്ങൾ ഓതിയ ഫാത്തിഹ സൂറത്തും ചെന്ന വിഷയങ്ങളെല്ലാം അല്ലാഹു സ്വീകരിച്ചു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ മുത്തായ തങ്ങളുടെ ഹദ്റത്തിലേക്ക്, അതുപോലെയുള്ള എല്ലാ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സുഹദാക്കൾ, സജ്ജനങ്ങളുടെ ഹദ്റത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പൊരുത്തം കാവലും നമുക്കും ഞങ്ങളുടെ വീടുകളിലും ഞങ്ങളുടെ കുടുംബത്തിലും മക്കളും ഭാര്യ മക്കൾ എല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഇതിന്റെ തവാബ് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഈ പള്ളി മൈതാനത്തിൽ വിശ്രമിക്കണം, അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ വട്ടലടുക്ക ആ പ്രദേശത്തിലുള്ള മുഅ്മിനീങ്ങൾ ആരെല്ലാം ഉള്ള എല്ലാവരുടെ ഖബറിലേക്ക് അല്ലാഹു ഇതിന്റെ തവാബ് അല്ലാഹു എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഖബർ അല്ലാഹു തആല വിശാലമാക്കി നരകമോചനം കൊടുത്ത് സ്വർഗത്തിലേക്കുള്ള ജീവിതം അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വിഷയങ്ങളും നല്ലതുപോലെ മനസ്സിലാക്കി ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളായ ഫലസ്തീന്റെ മുഅ്മിനീങ്ങൾ ഉൾപ്പെടെ എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ